إن الحمد لله حمدا كثيرا طيبا مباركا فيه الصلاة والسلام على رسوله الأنبياء والمرسلين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും പ്രത്യേകിച്ച് ഒറ്റക്കാകുന്ന നിമിഷങ്ങളിൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി, മുത്തഖിയായി, മുഅ്മിനായി, മുവഹ്ഹിദായി ജീവിച്ചു മരിക്കുവാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത് അള്ളാഹു തീരെ ഇഷ്ടപ്പെടാത്ത, അള്ളാഹുവിന്റെ കോപത്തിനും ശിക്ഷക്കും പാത്രീഭൂതരാകുന്ന ദുർഗുണങ്ങളിൽപ്പെട്ട ഒരു ദുർഗുണമായ പിശുക്കിനെ സംബന്ധിച്ചാണ്. അത് പാടെ ഉപേക്ഷിക്കേണ്ടതാണ് എന്നും അത് ദാനശീലത്തിലും സമ്പത്തിന്റെ വിഷയത്തിലും വിജ്ഞാനത്തിന്റെ വിഷയത്തിലും ഏതൊരു വിഷയത്തിലാണെങ്കിലും പിശുക്ക് ഒരു വിശ്വാസിക്ക് ഭൂഷണമേയല്ല എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അള്ളാഹു നൽകിയ സമ്പത്ത് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചിലവഴിക്കാനാണ് വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. സൂറത്തുൽ ബഖറയുടെ 195-ാമത്തെ വചനമാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നത് വഅൻഫിഖൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം എന്നുള്ളതാണ്. വലാ തുൽഖൂ ബിഐദീകും ഇലൽ തഹ്ലുക, പിശുക്ക് മൂലം നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളിവിടരുത് എന്നുമാണ്. വഅഹ്സിനൂ, നിങ്ങൾ ധാരാളം നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്നവരെ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ് എന്നുള്ളതാണ്. സൂറത്തുൽ ബഖറ 195-ാമത്തെ ആയത്ത്. അപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹമായി നമ്മിലേൽപ്പിക്കപ്പെട്ട സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തന്നെ അവന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. അങ്ങനെ നിങ്ങൾ ധാരാളം നന്മകൾ ചെയ്യണം. അങ്ങനെ നന്മ ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ് എന്നാണ് ഈ ആയത്ത് പറയുന്നത്. സൂറത്തുൻ നിസാഇന്റെ 39-ാം വചനത്തിലൂടെ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വമാദാ അലൈഹിം ലൗ ആമനൂ ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅൻഫഖൂ മിമ്മാ റസഖഹുമുല്ലാഹ് വകാന അല്ലാഹു ബിഹിം അലീമാ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്താൽ അവർക്ക് എന്ത് ദോഷമാണുള്ളത്?
വല്ലാത്തൊരു ചോദ്യമാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസ കാര്യങ്ങൾ കൃത്യമായിട്ട് പിന്തുടരുക. റബ്ബ് തന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്താലേ നമുക്ക് എന്ത് ദോഷാണുള്ളത്? എന്താ നിങ്ങളെ കുഴപ്പം? അള്ളാഹ് ചോദിക്കണം, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാൻ തന്നതല്ലേ. അതിൽ നിന്ന് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾക്ക് ചെലവഴിച്ചാൽ എന്താണ് പ്രശ്നം? വകാന അല്ലാഹു ബിഹിം അലീമ. നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെ പറ്റിയും അള്ളാഹു അറിയുന്നവനാണ് എന്നാണ്. ഇപ്പൊ ചെലവഴിക്കാനും ആവശ്യക്കാർക്ക് സമ്പത്തിനെ എത്തിച്ചു കൊടുക്കാനും നിരന്തരമായി പരിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി അങ്ങനെ അള്ളാഹു പറഞ്ഞതനുസരിച്ച് നൽകുന്നവർ ഒരു തരത്തിലും നഷ്ടം സംഭവിക്കാത്തവരാണ് എന്ന് ഖുർആൻ പറയുന്നു. സൂറത്തുൽ ഫാത്തിറിന്റെ 29-ാമത്തെ വചനം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ് സ്വലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. നിശ്ചയമായും തന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ അവർ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാകുന്നു ആഗ്രഹിക്കുന്നത്. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അതിനനുസരിക്കുന്നവർ, നമസ്കാരം കൃത്യമായി മുറപ്രകാരം നിർവഹിക്കുന്നവർ, ദാനധർമ്മങ്ങളിൽ മത്സരിക്കുന്നവർ, ഇവർ നഷ്ടം സംഭവിക്കാത്ത കച്ചവടത്തെ ആഗ്രഹിക്കുന്നവരാണ്. ഏതാണ് നഷ്ടം സംഭവിക്കാത്ത കച്ചവടം? അത് അള്ളാഹുവിന്റെ സ്വർഗത്തെ മോഹിക്കലാണ്, സ്വർഗത്തെ പ്രതീക്ഷിക്കലാണ്, അത് നേടലാണ്, അത് തേടലാണ്. അങ്ങനെയുള്ളവരാണ് റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കുക. അപ്പൊ സ്വർഗം ആഗ്രഹിക്കാത്തവരാണ് അള്ളാഹ് നൽകിയിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചെലവഴിക്കാതിരിക്കുക എന്നും നമുക്കതിൽ നിന്ന് വായിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മൾ നന്നായി ചെലവഴിച്ച് ലാഭം കൊയ്യുന്നവരാണോ, അതല്ല നന്നായി പിശുക്കി വെച്ച് നഷ്ടം വരുത്തുന്നവരാണോ എന്ന് ആലോചിക്കണം. നമുക്ക് കൊടുക്കാനും ദാനധർമ്മങ്ങൾ നിർവഹിക്കാനും ആരെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സമയം ഈ ദുനിയാവിൽ എണ്ണപ്പെട്ടതാണ് അല്ലേ? ഓരോ സെക്കൻഡുകളും നാം നമ്മുടെ മരണത്തോട്, യൗമൽ ഖിയാമയോട് അടുത്തുകൊണ്ടേയിരിക്കുന്നവരാണ്. നമ്മുടെ ക്ലോക്കുകളിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സെക്കൻഡുകൾ ഇനി അത് നമുക്ക് തിരിച്ചു വരാനില്ല, മടങ്ങി വരാനില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്ത് നൈമിഷികമായ ക്ഷണികമായ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ എത്രത്തോളം എനിക്ക് സൽക്കർമ്മം ചെയ്യാൻ കഴിയോ, എത്രത്തോളം റബ്ബിന്റെ പ്രതിഫലവും ഇഷ്ടവും വാങ്ങിക്കൂട്ടാൻ കഴിയുമോ, അതാണ് ഒരു വിശ്വാസി എപ്പോഴും ആഗ്രഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന് മുൻപേ നിങ്ങൾ നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കണം കേട്ടോ. ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഈ മരണം വന്നെത്തുന്ന സമയത്ത് കുറെ ആളുകൾ ചോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഉണർത്തുകയാണ്. ഇങ്ങനെ ചോദിക്കൂത്രേ, പഠിച്ചോനെ കുറച്ചൊരു സമയം എനിക്ക് തൊട്ടടുത്ത അവധിയിലേക്ക് എന്നെ ഒന്ന് പിന്തിപ്പിച്ച് നൽകുമോ, സമയം കൂട്ടിത്തരുമോ എന്ന് ചോദിക്കും. ന്യായം പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ നന്നായി ദാനധർമ്മം ചെയ്തോളാം, സജ്ജനങ്ങളിൽ സ്വാലിഹായ മനുഷ്യരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുകയും ചെയ്യാം. അങ്ങനെ ചെയ്യാൻ എനിക്ക് എന്ത് വേണം? കുറച്ച് ആയുസ്സും കൂടെ വേണം. അപ്പൊ ഇതുവരെ കിട്ടിയ 70 വയസ്സോ, ഇതുവരെ കിട്ടിയ 65 വയസ്സോ, അതുവരെ കിട്ടിയ 60ഉം 45ഉം 50ഉം വയസ്സോ അതുവരെ കൊടുത്തില്ല. അന്ന് കുറെ ഖുത്ബ കേട്ടു, കുറെ ആയത്തുകൾ കേട്ടു, സ്വഹാബത്തിന്റെ ചരിത്രമൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ കോരിത്തരിച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാത്ത ആ മനുഷ്യൻ മരണം ആ ദിവസം നേരം തൊട്ട് മുമ്പിൽ കൺമുമ്പിൽ ഇങ്ങനെ കാണുമ്പോ ചോദിക്കാൻ, എനിക്ക് കുറച്ചുകൂടി സമയം തരുമോ? കൂടുതൽ സമയമൊന്നും വേണ്ട കേട്ടോ, ഇതുവരെ കിട്ടിയ 70 വയസ്സ് വേണ്ട,
65-45 വേണ്ട, കുറഞ്ഞ സമയ ചോദിക്കണത്. എന്തിനാന്നറിയോ? ഞാൻ നല്ല ആളായിട്ട് തിരിച്ചു വരാൻ, നല്ലോണം കൊടുത്തിട്ട് തിരിച്ചു വരാൻ. ഞാൻ അതുവരെ ചെയ്യാത്തത് അപ്പൊ പറയണേ, നല്ല ദാനധർമ്മം ചെയ്തിട്ട് വരാം. മൂപ്പരിക്കനപ്പൊ ബോധ്യമുണ്ട്, നല്ല കൊടുത്താൽ എന്താവും? സ്വാലിഹികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും. അപ്പൊ സജ്ജനത്തിന്റെ കൂട്ടത്തിൽ, നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ മനുഷ്യർ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതുമായിട്ടുള്ള വിഷയം, മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, ഞാൻ ദാനധർമ്മം ചെയ്ത് തിരിച്ചു വരാനാ. കാരണം മൂപ്പര് നല്ല നിസ്കരിച്ചിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്, പുഞ്ചിരിച്ചിട്ടുണ്ട്, ആളുകളോട് സൽസ്വഭാവിയായി പെരുമാറിയിട്ടുണ്ട്, കുടുംബത്തെ നോക്കിയിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇല്ല എന്ന് മൂപ്പർക്ക് തന്നെ തോന്നിയ കാര്യം, ഞാൻ ദാനധർമ്മം ചെയ്ത് തിരിച്ചു വരാനാണ് എന്ന് പറഞ്ഞാൽ, ദാനധർമ്മം ചെയ്യാൻ നല്ല മടി കാട്ടിയിട്ടുണ്ട്. 65 വയസ്സ് വരെ മടി കാട്ടി, 70 വയസ്സ് വരെ മടി കാട്ടി. അങ്ങനെ മടി കാട്ടിയ ഒരാൾ അപ്പ ചുരുങ്ങിയ സമയം ചോദിക്കുമ്പോ അർജുൻ പറയണേ, ഇല്ലട്ടോ തരൂല, ഒരാൾക്കും ആയുസ് നീട്ടിക്കൊടുക്കൂല. ഒരു മനുഷ്യന്റെ അവധി എത്തിയാൽ ഒരാൾക്കും പിന്നെ പിന്തിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അതൊരു കളിയാക്കലാണ് സത്യത്തിൽ. നിങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയൊക്കെ സസൂക്ഷ്മമായിട്ട് അള്ളാഹ്ക്ക് അറിയട്ടോ. എന്താ ഇതുവരെ കാട്ടിക്കൂട്ടിയെന്ന് പടച്ചോൻ അറിയാം. ഇനിയിപ്പോ എനിക്ക് ആയുസ് എന്നാൽ എന്താ ഈ കാട്ടാന്ന് അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ പോകണില്ല, സമയം അനുവദിക്കാനും പോകണില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറെയൊക്കെ പരാജയപ്പെടുന്ന ഒരു വിഷയം സമ്പത്തിന്റെ വിഷയത്തിലാണ്. അത് സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കാൻ വലിയ മടിയൊന്നുമില്ല കുറെ ആളുകൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പിശുക്കിന്റെ വിഷയം പറഞ്ഞല്ലോ. പക്ഷെ കുറെ മനുഷ്യന്മാർ സ്വന്തത്തിന് വേണ്ടി നല്ല ചെലവഴിക്കും. നല്ല നല്ല ചെരുപ്പ് വാങ്ങുന്നവരുണ്ട്, നല്ല വസ്ത്രം സ്വന്തത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി വാങ്ങുന്നവരുണ്ട്. മഞ്ചേരിയിലെ നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് കുടുംബം ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് 980 രൂപ ബില്ല് വന്നാൽ 2 500 നോട്ട് വെച്ച് 1000 വെച്ച് കൊടുത്തിട്ട് തിരിച്ച് 20 രൂപ ബാക്കി ആ ഡയറിക്കുള്ളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുമ്പോ ആ 20 രൂപ തിരിച്ചെടുക്കാൻ മടി കാണിക്കുന്നവരാ നമ്മൾ. എന്തറിയോ, അത് ടിപ്പായിട്ട് അവിടെ ഇരുന്നോട്ടെ. എന്താ പറയാ, 980 ബില്ലിൽ ബാക്കി 20 ടിപ്പായിട്ട് അവിടെ നോട്ടെ. അതുവരെ എനിക്ക് ഭക്ഷണം സെർവ് ചെയ്ത ആ വ്യക്തിക്ക് അല്ലെ ഒരു 20 രൂപ. കുറെ ആളുകൾ ടിപ്പ് കൊടുക്കുന്നവരാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ കൊടുക്കുന്ന 20 രൂപയുടെ ടിപ്പ് പോലും ഒരു പള്ളിയുടെ ബക്കറ്റിൽ പല ആളുകളും പല സമയങ്ങളിലും ഇടാൻ മറന്നുപോകാൻ. ഞാൻ ഇവിടുത്തെ വിഷയമല്ല പറയുന്നത്, നമ്മുടെ ജില്ല തന്നെ കൂട്ടിക്കോളി, നമ്മുടെ സംസ്ഥാനം കൂട്ടിക്കോളി. ആ ടിപ്പ് കൊടുക്കുന്ന 20 രൂപ പോലും ഒരു ബക്കറ്റിൽ ഇടാൻ മറന്നു പോവാൻ. എന്നിട്ട് എന്താ കൊടുക്കണത്? 10 രൂപ. ആ കൊടുക്കുന്ന 10 ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ തോന്നാണ്. ഞാനും സ്വതം കൊടുത്ത് എന്താണ് ഇറക്കുന്നറിയോ, പള്ളിന്റെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ഞാനും കൊടുത്തേക്കണ്, ഞാനും ഇട്ടിക്കണ്, ഭയങ്കര നെകളിപ്പോടെ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയാണ് ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്. കഴിഞ്ഞ ആഴ്ച അല്ലെ ദിവസം അല്ലെ ഒരു ഞായറാഴ്ച നമ്മുടെ ഏരിയയിൽ പാലിയേറ്റീവിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നല്ലോ. എന്തേ നമ്മൾ കൊടുത്തതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എത്രയാ നമ്മൾ കൊടുത്തതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ദിവസമെങ്ങാനും ആ പാലിയേറ്റീവിൽ അല്ലേ ആര് കുടുംബമൊക്കെ നോക്കി മടുത്ത് മാരകമായ അസുഖം പിടിപെട്ട് കുറച്ച് ദിവസം ആ പാലിയേറ്റീവ് വളണ്ടിയർമാർ നമ്മൾ നോക്കേണ്ട അവസ്ഥയുണ്ടായാലേ ചിലപ്പോ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും, 2024 ഇന്ന മാസത്തിൽ ഇന്ന ആഴ്ച കളക്ഷൻ വന്നപ്പോ ഞാൻ കൊടുത്ത 10 രൂപ ചങ്കിൽ കടന്നിട്ട് ഇങ്ങനെ കുത്തും. ഉറപ്പാ. കാരണം എന്താ അറിയോ, അവരെ കളിയാക്കുന്നതിന് തുല്യമാണ് നമ്മൾ കൊടുക്കുന്ന 10. വീണ്ടും പറയാണ്, മൂല്യത്തെ കുറച്ച് കാണിക്കല്ല, പക്ഷെ ഉണ്ടായിട്ട് നമ്മൾ സ്വതക്കയിൽ കാണിക്കുന്ന ആ ഒരു ലാഘവ ബുദ്ധി ഉണ്ടല്ലോ, ആ ഒരു താല്പര്യക്കുറവ്, അത് അപകടമാണ് പ്രിയപ്പെട്ടവരെ, അപകടമാണ്. അതുകൊണ്ട് എന്നാൽ കഴിയുന്ന രൂപത്തിൽ ആളുകളെയും സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങളെയും സാമൂഹിക നന്മകൾ ചെയ്യുന്ന സംഘടനകളെയും ഒക്കെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നർത്ഥം. വല്ലദീന ആമനു മിൻകും വഅൻഫഖു, നിങ്ങളിൽ ശക്തമായി വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ, വഅൻഫഖു, നന്നായി
ദാനധർമ്മം നിർവഹിക്കുന്ന ആളുകൾ ലഹും അജ്റുൻ കബീർ, അവർക്കാണ് വമ്പിച്ച പ്രതിഫലമുള്ളത് എന്ന് ഖുർആൻ എത്ര തവണയാ പറയുന്നത്. സൂറത്തുൽ ഹദീദിന്റെ 7-ാമത്തെ വചനമാണ് ഇപ്പോൾ കേൾപ്പിച്ചത്. ഇനിയോ സ്വതക്ക എങ്ങനെയാണ്, എത്രയാണ് അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറയാൻ സൂറത്തുൽ ബഖറ 261-ാമത്തെ വചനം എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ധാന്യമണിയോടാണ്. ആ ധാന്യമണി അൻബതത് സബ്അ സനാബിൽ, അല്ലേ, ഒരു കതിർ, ഒരു നെൽമണി ഇങ്ങനെ അതൊരു 7 കതിരുകളായിട്ട് വരികയാണ്. ഒരു ഗോതമ്പ് മണി 7 കതിരുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഫീ കുല്ലി സുൻബുലത്തിൻ മിഅതു ഹബ്ബ, 7 കതിരുകളിലും 100 വീതം ധാന്യമണികൾ അത് അങ്ങനെയായിട്ട് മാറുന്നുണ്ട്. വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു ഇച്ഛിക്കുന്നവർക്ക് അവൻ ഇരട്ടി ഇരട്ടിയായി നൽകുന്നു. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. എന്തെപ്പാ പറഞ്ഞത്? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 1 രൂപ അതിനെ 7 ആക്കുന്നു, വീണ്ടും 700 ആക്കുന്നു. അല്ലാഹ് നമ്മൾ കൊടുക്കുന്ന 1 ഉറുപ്പയെ 700 ആക്കി തിരിച്ചു കൊണ്ടുവരുന്നു, തിരിച്ചു നൽകുന്നവനാണ് അല്ലാഹ്. എത്ര ഇരട്ടി? അതുമല്ല, ഇരട്ടി എന്ന് പറഞ്ഞാൽ അല്ലെ, അത് നമുക്ക് മനസ്സിലാവാത്തൊരു കണക്ക്. അതിന്റെ അപ്പുറത്ത് അതിന്റെയും ഇരട്ടി ഇരട്ടിയായിട്ട് അങ്ങനെ അള്ളാഹു നൽകാൻ റെഡിയാണ്. നമ്മളതല്ലേ കൊടുത്താൽ തീരുള്ളൂ, അള്ളാന്റെ കൊടുത്താൽ തീരൂല, അള്ളാന്റെ തന്നാ തീരൂല. തന്നാൽ തീരാത്ത റബ്ബ്, കാരുണ്യവാനായ റബ്ബ് എത്രയും നൽകാൻ കാത്തിരിക്കാൻ പ്രിയപ്പെട്ടവരെ. ഇത്രയും മനുഷ്യർക്ക് ഇത്രയും വിശാലമായി അനുഗ്രഹങ്ങളെ വിഭജിച്ചും അതുപോലെ തന്നെ ആവോളം അനുവദിച്ചും നൽകിയ പടച്ച തമ്പുരാൻ പിന്നെ നമുക്ക് തരാൻ മടിയുണ്ടോ? ഇല്ല. ചോദിക്കുന്നവന് നൽകിക്കൊണ്ടേയിരിക്കുന്ന റബ്ബ്, റഹ്മാനായ റബ്ബ്, റഹീമായ റബ്ബ്, ചോദിക്കുന്നത് ഇല്ലേ ആവോളം അളവച്ച് നൽകുന്ന റബ്ബ്. അങ്ങനെയുള്ള പടച്ചോനുള്ള വിശ്വാസക്കുറവുകൊണ്ടല്ലേ ശരിക്കും നമ്മളിത് കൊടുക്കാതിരിക്കണത്. കൊടുത്താൽ തീർന്നു പോവോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് തീരൂല എന്ന് മാത്രല്ല, നിങ്ങൾക്ക് നൽകും എന്നാണ് ഖുർആൻ നൽകുന്ന വാഗ്ദാനം. ആ വാഗ്ദാനം ഏറ്റെടുത്തത് കൊണ്ടും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്വഹാബത്ത് ഈ വിഷയത്തിൽ നന്നായി മത്സരിച്ചത് അല്ലേ. ഉമയ്യ, ശത്രുവായ ഉമയ്യയിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞ പൈസ കൊടുത്ത് മോചിപ്പിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് എന്താ പ്രിയപ്പെട്ടവരെ? പൈസ കുറെ ഉണ്ടായിട്ടാ? വേറൊന്നും ചെലവഴിക്കാൻ വകുപ്പില്ലായിട്ടാ? ആണോ? ബിസിനസ് മെച്ചപ്പെടുത്താൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയായിട്ടാ? വേറെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള മാർഗങ്ങൾ അന്ന് അവിടെ ഇല്ലാഞ്ഞിട്ടാ? അല്ല, അത് ഒരു നന്മയാണ്, ഞാൻ ഇടപെടേണ്ട വിഷയമാണ്. എന്റെ സമ്പത്ത് അങ്ങനെയും എനിക്ക് ചെലവഴിക്കേണ്ടതുണ്ട് എന്നുള്ള രൂപത്തിൽ മാതൃക കാണിക്കുകയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. റുമാ കിണർ നാട്ടിൽ ജലക്ഷാമം രൂക്ഷമായപ്പോ ആളുകൾക്ക് വേണ്ടി സ്വന്തം സമ്പത്ത് ആവോളം ചെലവാക്കി അത് വാങ്ങി നാട്ടുകാർക്ക് മുഴുവൻ കുടിക്കാനായി ആ കിണറിനെ അനുവദിച്ചു കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്തിനാ അത് ചെയ്തത്? മാതൃകാധന്യമായ ഒരു പ്രവർത്തനം അവിടെ കാണിച്ചു കൊടുക്കായിരുന്നു. സാമൂഹിക നന്മ തുടക്കം കുറിക്കുകയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉദാത്തമായ മാതൃക കാണിക്കുകയായിരുന്നു അല്ലേ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താ ആവശ്യമുണ്ട്? സ്വന്തം ഉണ്ടാക്കിയ സമ്പത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിയിട്ട് കൊടുക്കാൻ ഒരു ലാഭമില്ലല്ലോ. ലാഭമുണ്ട്. ആ ലാഭം ആഗ്രഹിച്ചത് അവർ പരലോകത്തുനിന്നായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ യുദ്ധത്തിന് വേണ്ടി സമ്പത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ മാറി മാറി മത്സരിച്ചത്, പകുതിയും മുഴുവനും ഒക്കെ കൊടുത്ത് മത്സരിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർക്ക് അറിയാഞ്ഞിട്ടാ? കുറച്ച് നല്ലോണം എടുത്ത് മാറ്റി വെച്ചിട്ട് 10 രൂപ കൊടുക്കാൻ, 10 റിയാൽ കൊടുക്കാൻ, 1 ദിർഹമും 1 ദീനാറും കൊടുക്കാൻ അവർക്ക് അറിയാഞ്ഞിട്ടാ? അല്ല, മത്സരിക്കാൻ കാരണം അങ്ങനെ മത്സരിച്ചവരാണ് നാളെയും മത്സരിച്ചുകൊണ്ട് സ്വർഗം നേടുക എന്ന് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു വിചാരണയെ പറ്റി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോ, റസൂലേ, എനിക്ക് എഴഞ്ഞെഴഞ്ഞു പോകണ്ട, മാന്യമായി തന്നെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിച്ച് 100 ചുവന്ന ഒട്ടകങ്ങളെ ദാനം ചെയ്യാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായത്
സ്വർഗം മോഹിച്ചത് കൊണ്ടാണ്. ഒട്ടകത്തെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, സമ്പത്തിനോട് ഭ്രമമില്ലാഞ്ഞിട്ടല്ല, അത് കാണാനും അത് അനുഭവിക്കാനുള്ള താല്പര്യക്കുറവല്ല, പക്ഷെ അതിനേക്കാൾ താല്പര്യം സ്വർഗത്തിന് കൊടുത്തത് കൊണ്ടാണ്. അബൂ തുൽഹത്തുൽ അൻസാരി അല്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറുഹ എന്ന തോട്ടം ദാനം ചെയ്യാൻ തയ്യാറായത് ഒരായത്തിന്റെ കഷ്ണം കേട്ടതുകൊണ്ടല്ലേ. നമ്മൾ എത്ര ആയത്താ കേട്ടെ, നമ്മൾ എത്ര ഹദീസാ കേട്ടെ, എത്ര സ്വഹാബത്തിന്റെ ചരിത്ര നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സുന്ദരനും സുമുഖനുമായിട്ടുള്ള ധനാഢ്യനായിട്ടുള്ള മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു അല്ലേ, എത്ര വലിയ പൈസക്കാരനറിയോ. ഇസ്ലാമിലേക്ക് വന്ന് ദാനം ചെയ്ത് പിന്നെ കച്ചവടമോ അദ്ദേഹത്തിന്റെ വരുമാനമോ നോക്കാതെ എല്ലാം കൊടുത്ത്, മുഴുവനും കൊടുത്ത് അവസാനം യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ മരണപ്പെട്ടു പോകുന്ന ഷഹാദത്ത് വരിക്കുന്ന സമയവും സന്ദർഭവും നമുക്കറിയാലോ. കഫൻ ചെയ്യാനുള്ള കഫൻ പുടവ പോലും തികയാതെ വരുന്ന ഒരു സമയം, തലമറച്ചാൽ കാല് കാണുന്ന, കാലിങ്ങോട്ട് വലിച്ചു മറക്കുമ്പോൾ തല വെളിവാകുന്ന ഒരവസ്ഥയിലേക്ക് മിസ്അബ് ബിൻ ഉമൈർ മാറിയത് ദുനിയാവിനേക്കാൾ പരലോകത്തിന് സ്ഥാനവും പരിഗണനയും പ്രാധാന്യവും കൊടുത്തത് കൊണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മളെ പറ്റി ആലോചിച്ചാൽ മതി. ദുനിയാവിന് വേണ്ടി പല ഓഫറുകളും സ്വീകരിക്കാൻ മഞ്ചേരിയങ്ങാടിയിൽ ഒരു ഷോപ്പിൽ ഒരു ഓഫർ കാണുമ്പോൾ അതിന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളോ നമ്മുടെ കുടുംബമോ. 50% ഡിസ്കൗണ്ട് കാണുമ്പോൾ അത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളോ നമ്മുടെ കുടുംബമോ. വസ്ത്രത്തിന് വില കുറയുന്നുണ്ടെന്ന് അറിയുമ്പോൾ അത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളോ നമ്മുടെ കുടുംബമോ. 5000-ൽ 4500 ബില്ല് വന്ന് 5000 കൊടുത്താലേ ആ ഓഫർ എനിക്ക് കിട്ടുള്ളൂ, ഉറപ്പായ ഓഫർ എനിക്ക് കിട്ടുള്ളൂ എന്നറിയുമ്പോ 500 രൂപക്ക് കൂടെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി ആ കൂപ്പൺ കൈപ്പറ്റാൻ ശ്രമിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരല്ലേ നമ്മൾ. അവിടെ വെറുതെ വാങ്ങുന്ന ഒരു 500ന്റെ സാധനത്തിന്റെ വില എന്തേ സ്വർഗത്തിന്, അള്ളാന്റെ ഇഷ്ടത്തിന്, അതും പടച്ചോൻ തന്ന സമ്പത്ത്. ഖുർആനിൽ എല്ലാ ആയത്തിലും, ഞാനിപ്പോ ഓതിയ മുഴുവൻ ആയത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, വഅൻഫിഖു മിമ്മാ റസഖനാകും മിമ്മാ റസഖകുമുല്ലാഹ്, എല്ലായിടത്തും പറയുന്നത് നാം നൽകിയ സമ്പത്ത്, ഞാൻ നൽകിയ സമ്പത്ത്, അതിൽ നിന്ന് ചെലവഴിക്കാനാണ്. നിങ്ങൾ ഉണ്ടാക്കിയ സമ്പത്ത് ഇല്ല, കാണാൻ പോലും കഴിയുന്നില്ല ഖുർആനിൽ. ഉണ്ടാക്കിയത് നമ്മളല്ല, അള്ളാഹ് തന്നതാണ്, താൽക്കാലിക ഉപയോക്താക്കളായി നമ്മളെ തെരഞ്ഞെടുത്തതാണ്. അങ്ങനെ പടച്ചോൻ തന്ന സമ്പത്തിന് നിങ്ങൾക്ക് കൊടുക്കാൻ എന്താണ് മടി, എന്താ കുഴപ്പം? അള്ളാഹ് ചോദിക്കാൻ സൂറത്തുൽ നിസായിലൂടെ, എന്തെങ്കിലും കുഴപ്പം? കൊടുത്തൂടെ? പ്രിയപ്പെട്ടവരെ, മറുപടി പറയേണ്ടവരാണ് നമ്മൾ. അല്ലാഹുവേ, ഞങ്ങൾ നൽകാൻ തയ്യാറാണ്. ആരോഗ്യം ചെലവഴിക്കുന്നത് പോലെ ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് നീ ഇഷ്ടപ്പെട്ടതുപോലെ ചെലവഴിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ബലാ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് സ്വഹാബത്ത് ഏറ്റെടുത്തതുപോലെ നമുക്ക് റബ്ബിനോട് മറുപടി പറയാൻ, നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിലെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കും മറുപടി ഉണ്ടാകണം. അതുകൊണ്ട് അതേ എന്ന ഉത്തരവുമായി, അതേ എന്ന പ്രതിജ്ഞയുമായി ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله حمدا كثيرا طيبا مباركا فيه നടത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പല സമയങ്ങളിലും സമ്പത്ത് ചെലവഴിക്കാനും കൊടുക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് നമ്മളെ പല ചിന്തകളാൽ അതിൽ നിന്ന് നമ്മളെ പിന്നോട്ടടിപ്പിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. ആരാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്? ആരാണ് ദാരിദ്ര്യം കാണിച്ച് നമ്മളെ പേടിപ്പിക്കുന്നത്? ഇത് കൊടുത്താൽ തീരും എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് തരുന്നത് ആരാണ്? ഖുർആൻ വളരെ കൃത്യമായി അതിന്റെ മറുപടി നൽകി. സൂറത്തുൽ ബഖറ, അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ. അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ. പിശാചാണ് ദാരിദ്ര്യം കാണിച്ചപ്പോഴും നിങ്ങളെ ഭയപ്പെടുത്തുക.
ആരാ പിശാച്? ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന് പറഞ്ഞ് ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെയും നമ്മുടെയും ശത്രുവായിട്ടുള്ള ശൈത്വാൻ. ആ ശൈത്വാനാണ് എന്ത് ചെയ്യണത്? മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കി, ദാരിദ്ര്യം ഉണ്ടാവൂട്ടോ, ഇത് കൊടുത്താൽ കഴിയൂട്ടോ, തീരുട്ടോ, പിന്നെ ആകെ സ്വയ്പാവൂട്ടോ എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നത് ശൈത്വാനാണ്. അപ്പൊ അത് നമ്മൾ അനുസരിച്ചാലോ? ശരിയാണല്ലേ? ഇത് കൊടുത്താൽ തീർന്നാലോ എന്ന് പറഞ്ഞ് എടുത്ത 500 തിരിച്ചങ്ങോട്ട് തന്നെ വെച്ചാൽ നമ്മൾ അനുസരിക്കുന്നത് ശൈത്വാനെയാണ്. എടുത്ത 100 തിരിച്ചങ്ങോട്ട് തന്നെ വെച്ചാൽ ഞാൻ അനുസരിക്കുന്നത് ശൈത്വാനെയാണ്. അള്ളാഹ് പറയാ, ധൈര്യമായിട്ട് കൊടുത്തോ, ഞാൻ തന്നതിൽ നിന്ന് കൊടുത്തോ, കൊടുത്ത എന്താ എനിക്ക് കുഴപ്പം? അള്ളാഹ് ചോദിക്ക. അങ്ങനെ കൊടുക്കാൻ വേണ്ടി എടുത്തിട്ട് നോക്കിയാ തീരുട്ടോ, അപ്പൊ തിരിച്ചങ്ങോട്ട് തന്നെ വെക്കുക. എടുത്ത 200 50 മാറ്റുക, എടുത്ത 50 പിന്നെ 10 മാറ്റുക. ധാരാണ് ശൈത്താനാണ് തോന്നിപ്പിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഖുർആൻ പ്രതീക്ഷ നൽകിക്കൊണ്ട് ആയത്തുകളിലൂടെ സ്വർഗത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുമ്പോ മനസ്സു വെച്ച് കൊടുക്കാൻ സന്നദ്ധരായി നമ്മൾ തയ്യാറായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പിശാച് ഇടപെടുകയും ആ നന്മയിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിക്കുകയും നമ്മളെ വഴുതി മാറ്റുകയും അല്ലെങ്കിൽ നമ്മൾ വഴുതി വീഴുകയും ചെയ്യുകയാണ്. അള്ളാഹുവിനനുസരിച്ചോണ്ടിരിക്കുന്നതിന്റെ വളരെ പെട്ടെന്ന് നമ്മൾ അല്ലെ ശൈത്താൻ അനുസരിക്കാം. അപ്പൊ സത്യത്തിൽ ഒരായത്ത് കേട്ട് അതിനെ അനുസരിക്കാനുള്ള 5-10 മിനിറ്റിനിടക്ക് ബക്കറ്റിലേക്ക് എത്തുമ്പോഴേക്ക് പിന്നെ ശൈത്താൻ അനുസരിക്കാം. അപ്പൊ ഈ ആയത്തും അള്ളാഹുവിനെയും കേൾക്കാനും അനുസരിക്കാനും നമ്മുടെ മനസ്സിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അറിയോ? ഈ നിസ്കാരം കഴിയുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് ചെയ്യാൻ പോകുന്ന ആ സമയം ചെയ്യുമ്പോഴേക്ക് ശൈത്താൻ അനുസരിക്കുന്നവരായിട്ട് മാറി. കുറ്റപ്പെടുത്തല്ല, ആലോചിക്കാൻ വേണ്ടിയിട്ട്, ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. എടുത്ത 200 അതുപോലെ ഇടാൻ എനിക്ക് പറ്റലുണ്ടോ? നിയ്യത്ത് പോലെ പ്രവർത്തിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അല്ലേ? എല്ലാ സ്ഥലങ്ങളിലും സമയങ്ങളിലും സന്ദർഭങ്ങളിലും ആലോചിക്ക പ്രിയപ്പെട്ടവരെ. ശൈത്വാനെ നമ്മൾ അനുസരിക്കരുത്, അള്ളാഹുവിനെ അനുസരിക്കാൻ കഴിയണം. നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പേടി വേണ്ട എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 274-ാമത്തെ വചനം. അല്ലദീന യുൻഫിഖൂന അംവാലഹും, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ, ബില്ലൈലി വന്നഹാർ, രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ രാവും പകലും ചെലവഴിക്കുന്നവർ, സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് റബ്ബിന്റെ അടുക്കൽ വല്ലാത്ത പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു പേടിയും വേണ്ട. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ ഒരിക്കലും ഒരു ദുഃഖിക്കേണ്ടി വരൂല. ജീവിതത്തിൽ സമ്പത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും പേടിക്കേണ്ടി വരൂല. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എമ്പാടും പ്രതിഫലമുണ്ട് എന്ന പ്രതീക്ഷയാണ്, ഉറപ്പാണ് പരിശുദ്ധ ഖുർആൻ തരുന്നത്. നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്ന റബ്ബി യബ്സുതു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി, തന്റെ ദാസന്മാരിൽ അല്ലാഹു അവൻ ഇച്ഛിക്കുന്ന ആളുകൾക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കും. വയഖദിറു ലഹു, അവൻ ഇച്ഛിക്കുന്നവർക്ക് ചില ആളുകൾക്ക് അത് കുടുസാക്കി കൊടുക്കും. എല്ലാരും അല്ലാഹു ധനാഢ്യരും ധനികരും ആക്കൂല, എല്ലാരും ദരിദ്രരും ആക്കൂല. അള്ളാഹു ഇവിടെ ഒരുക്കിയ ഒരു ബാലൻസിംഗ് സിസ്റ്റം ഉണ്ട്. ചില ആളുകളെ അങ്ങനെയും ചില ആളുകളെ ഇങ്ങനെയും അള്ളാഹു ആക്കി മാറ്റും. ഇനി വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, ധനികനോ ദരിദ്രനോ എന്തൊന്ന് അവൻ ചെലവഴിക്കുന്നുവോ ഫഹുവ യുഖ്ലിഫുഹു, അള്ളാഹു അതിന് പകരം കൊടുക്കും. വഹുവ ഖൈറുർ റാസിഖീൻ, അള്ളാഹുവാണ് ഏറ്റവും നല്ല ഉപജീവനം നൽകുന്നവനിൽ ഉത്തമൻ. കണ്ടോ, നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും, 10 100 1000 സ്വർണമാകട്ടെ, വെള്ളിയാകട്ടെ, ഭക്ഷണമാകട്ടെ, വസ്ത്രമാകട്ടെ, മരുന്നാകട്ടെ,
നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും വഹുവ യുഖ്ലിഫുഹു, അല്ലാഹ് അതിന് പകരം നൽകും. പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ തരൂ അല്ലെങ്കിൽ പരലോകത്ത് മാത്രമേ തരൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെയും തരും, അവിടെയും തരും. അതുകൊണ്ട് ധൈര്യമായി നമുക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം, നമ്മുടെ കഴിവിനും അനുസരിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കാം. അതിൽ നഷ്ടക്കച്ചവടമല്ല, അത് ലാഭക്കച്ചവടമാണ്. അള്ളാഹു അതിന് പകരം നൽകും. നമുക്ക് ഇവിടെ ഇസ്സത്തും അഭിമാനവും സമ്പത്തും അതില് വളർച്ചയും മികവും ബർക്കത്തും അള്ളാഹു നൽകും. കൊടുത്താൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് അള്ളാഹ് ചോദിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, എനിക്കതിൽ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ മാറിക്കാൻ പറ്റുമോ? അതും പടച്ചോൻ തന്നീന്ന് കൊടുക്കാൻ പറയുമ്പോ നമ്മൾ എന്തിനാ പേടിക്കണ? പ്രിയപ്പെട്ടവരെ, അള്ളാഹ് നൽകും. അതുകൊണ്ട് ധൈര്യമായി കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിന്റെ ഒരു മാറ്റം നല്ല നീയത്തിൽ നമ്മൾ കൊടുക്കുമ്പോ, പ്രതിഫലം ആഗ്രഹിച്ചു കൊടുക്കുമ്പോ, വിശ്വാസത്തോടെയും ഉറപ്പോടെയും കൊടുക്കുമ്പോ ആ ഒരു മാറ്റം ദുനിയാവിൽ തന്നെ നമ്മുടെയൊക്കെ സമ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഖുർആൻ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. ഇത് സത്യമാണ്, ഇത് ഉറപ്പാണ്. ഇതിനെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. പിശാച് നമ്മുടെ ശത്രുവാണ്. വസ്വാസ് ഉണ്ടാക്കി സകല നന്മയിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുമ്പോൾ അവനെ അനുസരിക്കാതിരിക്കുക. അവനോട് യുദ്ധം ചെയ്തും മത്സരിച്ചും റബ്ബിനെ അനുസരിച്ച് റബ്ബിന്റെ തൃപ്തി നേടാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാഥ, നീ നൽകിയ പരീക്ഷണമായി നമുക്ക് നൽകിയ സമ്പത്ത് അത് നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെലവഴിക്കാനുള്ള സൽബുദ്ധിയും സന്മനസ്സും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ സമ്പത്തിൽ ബർക്കത്തും നിഅമത്തും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, നാളെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. രോഗം കൊണ്ടും കടം കൊണ്ടുമൊക്കെ പ്രയാസപ്പെടുന്ന ഒട്ടേറെ ആളുകൾ ഞങ്ങളുടെ ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ, അയൽപക്കങ്ങളിൽ, നാട്ടിലൊക്കെയുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ നീക്കിക്കൊടുത്ത് ശിഫ നൽകി, ശമനം നൽകി, പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. കടബാധിതരെ അവരുടെ പ്രയാസത്തിൽ നിന്നും നീ മോചിപ്പിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ നന്മകളെയും നീ സ്വീകരിക്കുകയും സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് കഴുകി ഞങ്ങളെ പരിശുദ്ധരാക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വവാലിദൈനാ മിനൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين وبرحمتك يا أرحم